വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. മിത്ര, താൻ കേൾക്കുന്നില്ലടോ? 2-3 പ്രാവശ്യം ഹലോ പറഞ്ഞതിന് ശേഷം വീണ്ടും വിശ്വ ചോദിക്കുമ്പോൾ മിത്രയൊന്ന് ഞെട്ടി. ഹലോ? വളരെ പണിപ്പെട്ടുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ വിശ്വാണോ? ആളെ അറിഞ്ഞില്ലെന്ന് കരുതി വീണ്ടും വിശ്വ പറഞ്ഞു. താൻ ഇന്നലെ വിളിച്ചിരുന്നല്ലേ? റിയലി സോറി കേട്ടോ, എനിക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ക്ഷമാപണം പോലെ വിശ്വ പറയുന്ന കേട്ടതും വീണ്ടും മിത്രയുടെ ഉള്ളിൽ വിങ്ങിൽ നിറഞ്ഞു. താൻ അവനെ തെറ്റിദ്ധരിച്ചു പോയില്ലെന്നായിരുന്നു ആളപ്പോൾ ഓർത്ത്. എന്തു പറ്റിയ ഹോസ്പിറ്റലിന്? അതെനിക്കൊരു ചെറിയ ആക്സിഡന്റ്. അയ്യോ, എന്നിട്ടോ? അറിയാതെ തന്നെ മിത്രയുടെ ശബ്ദം ഉയർന്നു. പേടിക്കണ്ടടോ, അത്രയൊന്നുമില്ല. ടൗണിൽ പോയതാ. കൂടെയുള്ള കൂട്ടുകാരനെ കാത്ത് ഞാൻ റോഡരികിൽ നിൽപ്പായിരുന്നു. പെട്ടെന്ന് പിറകിൽ നിന്ന് വന്നൊരു കാറ് ഇടിക്കുന്നതിന് മുന്നേ ഞാൻ ഒഴിഞ്ഞു മാറി കേട്ടോ. പക്ഷെ താഴെ വീണു, കൈക്ക് ചതവുണ്ട്. അതിനുവേണ്ടി ഡോക്ടറെ കാണാൻ പോയതാ. അപ്പോഴാ തൻ്റെ വിളി. വന്നിട്ട് തിരികെ വിളിക്കണമെന്നൊക്കെ കരുതിയിരുന്നു, പക്ഷേ പറ്റിയില്ല. ഒടുക്കത്തെ വേദന. മുന്നേ ഓർത്തു വെച്ച ഒരു കഥ വിശ്വസനീയമായ രീതിയിൽ തന്നെ മിത്രയ്ക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചു. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? ഉള്ളിലെ വെപ്രാളമൊക്കെ പോയി മിത്രയെ അവനോട് കൂളായി സംസാരിക്കാമെന്നൊരു നിലയിലേക്ക് എത്തിയിരുന്നു. വേദനയൊക്കെ ഉണ്ട്, പക്ഷെ ഇന്നലത്തെ അത്രയില്ല. ഈ വേദന പൂർണ്ണമായിട്ട് പോകണമെങ്കിൽ അവനെൻ്റെ കൈ കിട്ടണം. ഇതിന് പകരം കൊടുത്ത് തീർക്കണം. എങ്കിലേ ഇത് മാറും. മനഃപൂർവ്വ അവനെന്നെ ആവേശത്തിൽ പറഞ്ഞു വന്നാൽ പെട്ടെന്ന് സഡൻ ബ്രേക്കിട്ട് പോലെ പറഞ്ഞെടുത്തുമ്പോൾ മിത്രയുടെ മുഖം ചുളിഞ്ഞു. ആര് വിശ്വ പറയുന്നേ? മിത്ര ആകാംക്ഷയോടെ ചോദിച്ചു. അതൊന്നുമില്ല മിത്ര, ഞാൻ ആരുരുണ്ട് കളിക്കുകയാണെന്ന് മിത്രക്ക് മനസ്സിലായി. പറയണം, തനിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയ ആളെ തനിക്കറിയോ? അത് മനഃപൂർവ്വമാണെന്ന് ഇങ്ങനെ മനസ്സിലായി. മിത്ര വിടാനുള്ള ഭാവമില്ലായിരുന്നു. താനത് വിടൂ. ഇല്ല, എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഇത്രേനോട് പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കൂടി അറിയണമെന്നുണ്ട്. വിശ്വക്കെന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പറയും. നിർബന്ധിച്ച് പറയാതെ എന്നാൽ തനിക്കത് അറിയാനുള്ള താല്പര്യം പ്രകടമാക്കി മിത്ര പറയുമ്പോൾ വിശ്വ മൗനത്തിലാണ്. വിശ്വ, മിത്രയൊന്ന് വിളിച്ചു നോക്കി. മിത്ര, ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമൊന്നുമല്ലോ. പിന്നെ നിന്നോട് പറയാത്ത പേഴ്സണൽ പ്രോബ്ലം ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പറയണ്ട, എനിക്കറിയണമെന്നില്ല. അല്ലേടൂ, പറഞ്ഞു കേട്ടാൽ തനിക്കത് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് താനത് അറിയണ്ടടോ. വിശ്വ പറയുന്ന കേട്ടതും മിത്രയുടെ മുഖം ചുളിഞ്ഞു. അവന്റെ അപകടം അത് താനുമായിട്ട് എങ്ങനെ കണക്ട് ആവുമെന്നായിരുന്നു അവളുടെ ഉള്ളു മുഴുവനുള്ള ആശങ്ക. താനിതിന് പറഞ്ഞില്ലെങ്കിൽ വിശ്വ എനിക്ക് ഫീൽ ആവുന്നു. പ്ലീസ് ടെൽ മീ. ഉള്ളിൽ നിമിഷം കൊണ്ട് മുളച്ചു പൊന്തിയ കുറച്ച് സംശയങ്ങൾ അവനോട് പറയുമ്പോൾ മിത്രക്ക് വല്ലാത്ത അസ്വസ്ഥയുണ്ടായിരുന്നു. എടോ, അത് അവനാ, രാഹുൽ. അവനത് വിട്ടിട്ടൊന്നുമില്ല. മനഃപൂർവ്വം വന്ന് ഇടിപ്പിക്കാൻ നോക്കിയതാ. പക്ഷെ കാറിന്റെ വരവണിട്ട് പിന്നിൽ നിന്ന് ആരൊക്കെ വിളിച്ചു എന്ന് കേട്ടിട്ട് തിരിഞ്ഞു നോക്കിയോണ്ട് അവരുടെ ഉദ്ദേശം നടന്നില്ല. മുന്നോട്ട് പോയ കാറിൽ നിന്നും അവൻ നോക്കുന്നത് ഞാൻ കണ്ടു. ഹൃദയമിടിപ്പ് നിലച്ച പോലെ നിമിഷം മിത്ര വിറച്ചുപോയി. തനിക്ക് വേണ്ടി താൻ കാരണം വിശ്വക്കൊരു എതിരാളി ഉണ്ടായിരിക്കുന്നു. തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നൊരു കുറ്റത്തിന് അവന് മുറിവേറ്റിരിക്കുന്നു. അതും അവൻ പറഞ്ഞ പോലെ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ചെറിയൊരു മുറിവ്. അതിന് പറ്റാത്തൊരു സാഹചര്യമായിരുന്നെങ്കിലോ? മിത്ര ആ നിലത്തേക്ക് ഇരുന്നു പോയി. വല്ലാത്തൊരു തളർച്ച. മിത്ര, എടോ, താൻ കേൾക്കുന്നില്ലേ? വീണ്ടും വിശ്വ വിളിക്കുന്നു. വിശ്വ? ശ്വാസം തിങ്ങിക്കൊണ്ടാണ് അവൾ വിളിക്കുന്നത്. എടോ, താൻ ഇത്രയും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കൈക്ക് ചെറിയൊരു ചതവ്, അത്രയേ ഉള്ളൂ. കൂടിപ്പോയ ഒരാഴ്ച കൊണ്ട് ഇത് ഓക്കെ ആവും. ഇന്നലെ ടീന അത്രയും അപമാനിച്ചുകൊണ്ട് പറഞ്ഞതിന് നേരത്തെ ഒരു മങ്ങൽ പോലുമില്ല അവന്റെ സംസാരത്തിന്. ആദ്യം സംസാരിച്ച അതേ പ്രസരിപ്പ് തന്നെയാണ് അവൻ ഇപ്പോഴും. തനിക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ പരിക്കിന്റെ വേദനയും സഹിച്ചുകൊണ്ടാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. എന്നിട്ടും അവൻ ആശ്വാസമാണ് പകരുന്നത്. വിശ്വ, റിയലി സോറി വിശ്വ. ഞാൻ കാരണം എനിക്കിപ്പോൾ തോന്നുക അന്ന് താൻ എന്നെ രക്ഷപ്പെടുത്തി എടുക്കണ്ടായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഇപ്പം തനിക്ക് വേണ്ടായിരുന്നു വിശ്വ. അവൾ ആ പറഞ്ഞത് അങ്ങേയറ്റ ആത്മാർത്ഥമായിട്ട് തന്നെയാണെന്ന് വിശ്വക്ക് ഉറപ്പുണ്ട്. മിത്രക്ക് ആ അവസരത്തിൽ ഇനി എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ലായിരുന്നു. താനെന്താണോ ഇങ്ങനെ? ഇതെങ്ങനെ തൻ്റെ തെറ്റാവും? ഇതുകൊണ്ടാ ഞാൻ ആദ്യമൊന്നും പറയാത്തത്. ഞാൻ വെറുതെ നീ സീനാകല്ലേ, പറഞ്ഞില്ലേ ഞാൻ, ഇത് അത്രയ്ക്കൊന്നുമില്ല. വിശ്വപിന് എന്തൊക്കെ പറഞ്ഞിട്ടും മിത്രക്ക് ആ പഴയ രീതിയിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞില്ല. കഷ്ടപ്പെട്ടുകൊണ്ട് അവൾ ആട്ടി ഓടിച്ച ആ വൃത്തിയേട്ട മൂഡിലേക്ക് മിത്ര വീണ്ടും എടുത്തെറിയപ്പെട്ട പോലെയായി. എടോ, താന് വിട്. എന്നിട്ട് പറയും, എന്തിനെന്തിനാ വിളിച്ച്? എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? മിത്ര എന്തിനാണ് വിളിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവൻ അറിയാമായിരുന്നു. എന്നിട്ടും വിശ്വ വീണ്ടും ചോദിച്ചു. അത് വിശ്വ, ഞാൻ മടിക്കാതെ പറയടോ. അത് ഒന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാം വിശ്വ. ശ്വാസം മുട്ടുന്നു എന്നുള്ള തോന്നൽ അധികരിച്ചപ്പോൾ മിത്ര വിശ്വയുടെ മറുപടി പോലും കാക്കാതെ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. ആൾക്ക് വല്ലാത്ത പരവേശം തോന്നി. അവനിപ്പോൾ അനുഭവിക്കുന്ന വേദന തനിക്ക് വേണ്ടിയാണോ എന്നുള്ള ചിന്ത അശാന്തി പടത്തിക്കൊണ്ട് അവൾക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു നടന്നു. കുറച്ചു നേരം കൂടി അങ്ങനെ ഇരുന്നിട്ട് മിത്ര എഴുന്നേറ്റു. ആരെങ്കിലും തീരത്ത് വന്നിട്ട് തന്റെ ഇരിപ്പ് കണ്ടാൽ പിന്നെ അത് മതിയാവും.
അതോർത്തുകൊണ്ട് അവൾ തിരികെ നടന്നു. അങ്ങോട്ട് വരും വഴി കണ്ട മനോഹരമായ കാഴ്ചകളൊന്നും തന്നെ അവൾ മടക്കയാത്രയിൽ കണ്ടില്ല. കാഴ്ചകളല്ല, അത് കാണുന്ന നമ്മുടെ മനസ്സിന്റെ രീതിയാണ് കൂടുതൽ മനോഹരമായതെന്ന് തോന്നും വിധം മിത്ര വിശ്വയിൽ മാത്രം മുടക്കി നിന്നു. അവന് ഒഴിഞ്ഞു മാറാൻ പറ്റിയിരുന്നില്ലേ? അതിന്റെ ഉത്തരം അവളൊന്നാകെ വിറപ്പിച്ചു. മിത്ര എബി കുലുക്കി വിളിക്കുമ്പോൾ അവൾ ഞെട്ടി. അതുവരെയും ചിന്തകളുടെ കാട്ടിൽ അവൾ ഒറ്റപ്പെട്ട് നടപ്പായിരുന്നു. എന്താ നീ എന്താ വിറക്കുന്നു? എബി അവളെ സൂക്ഷിച്ച് നോക്കി. അവളെ കാണാതിരുന്നിട്ട് ഇരിപ്പുറക്കാ തിരിഞ്ഞു വന്നാണവൻ. അത് മിത്രയ്ക്ക് എന്തു പറയണമെന്നറിയില്ല. എങ്കിലും വിശയുടെ കാര്യം അവരാരും അറിയേണ്ടതിനെ അവൾ ഉറപ്പിച്ചു. ഇവർക്കെല്ലാം ടീനയുടെ അതേ ചിന്താഗതി തന്നെയാണെങ്കിൽ ഇനി അവൻ തന്നെ പഴി കേൾക്കേണ്ടി വരും. അവനെക്കുറിച്ച് അവരുടെ മോശമായ പറച്ചിലുകൾ തനിക്കും കേട്ടു നിൽക്കാനും കഴിയില്ല. വീണ്ടും വഴക്കാവും, പിണക്കമാവും. തൽക്കാലം അവൾക്ക് അതിനൊന്നും വയ്യായിരുന്നു. വല്ലതും കണ്ട് പേടിച്ചോ? എബി അവളെ നോക്കി. അവിടെ ഒരു പാമ്പ്. മിത്രയും വായിൽ തോന്നിയ കള്ളം തട്ടിവിട്ടു. അതല്ലാതെ ആ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അവളൊരു വഴിയും കണ്ടില്ല. എവിടെ ഞാനൊന്നും ആവട്ടെ? എബി അവളെ മാറ്റി മുന്നോട്ട് നടന്നു. വേണ്ട ബി, അങ്ങോട്ട് പോവല്ലേ, അത് ഒരുപാട് വലുതാ, എനിക്ക് പേടിയാ. തന്റെ കൈ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന മിത്ര എബി അവളെ തന്നെ നോക്കി നിന്ന് പോയി. വാ നമുക്ക് അങ്ങോട്ട് പോവാം, ഇല്ലെങ്കിൽ അവരെല്ലാം കൂടി നീ വന്ന പോലെ ഇപ്പൊ ഇങ്ങോട്ട് വരും. മിത്ര അവന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു. എബി ഉൾപ്പുളകത്തോടെ അവളെയും അവൾ പിടിച്ചുകൊണ്ടുപോകുന്ന കൈയിലേക്ക് നോക്കി. മിത്ര പക്ഷെ അതൊന്നും തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയിലുമായിരുന്നില്ല. ഇനിയിപ്പോ ഇത് അവരോടൊന്നും പറയാൻ നിൽക്കേണ്ട കേട്ടോ എബി, ഒറ്റയ്ക്ക് പോയെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി അപ്പം തുടങ്ങും. ഒരു മുൻകൂർ ജാമ്യം പോലെ മിത്ര പറയുമ്പോൾ എബി സ്വപ്നലോകത്ത് എന്ന പോലെ അതും തലയാട്ടി സമ്മതിച്ചു. തിരികെ അവർക്കിടയിൽ ചെന്നിരിക്കുമ്പോഴും മിത്രയുടെ മനസ്സ് അവിടെയെങ്കിലും നിന്നില്ല. അത് അവളുടെ പിടിയിൽ നിന്നിറങ്ങി ഓടി വിശയുടെ അരികിൽ പോയി നിന്നു. ചതവുള്ള കൈയിന്റെ വേദനയും സഹിച്ചുകൊണ്ടവൻ തന്നെ നോക്കി കണ്ണു ചിമ്മിച്ചിരിക്കുന്ന പോലെ തോന്നി. മിത്രയ്ക്ക് അപ്പോൾ വല്ലാതെ വേദനിച്ചു. അത് മറ്റാരെ അറിയിക്കാതിരിക്കാൻ അവൾ മുഖം കുനിച്ചു പിടിച്ചു. അപ്പോഴേ എബിയെ പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്ന തന്നെ കുറിച്ചാണ് അവരെല്ലാം പറയുന്നതെന്നും അറിയാതെ എത്രയും പെട്ടെന്ന് തിരികെ പോകണമെന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ നിറഞ്ഞത്. അത്രയും. ഫോൺ തിരികെ വെച്ച് കണ്ണടച്ച് കസേരയിൽ ചാഞ്ഞിരിക്കുമ്പോൾ വിശ്വസിച്ചിരിക്കുന്നുണ്ട്. പറഞ്ഞത് കള്ളമാണെങ്കിൽ കൂടി തനിക്ക് വേണ്ടി അവളുടെ മനസ്സിപ്പോൾ വേദനിക്കുന്നുണ്ടാവും. തന്നെയൊന്ന് കാണാൻ വെറുതെയെങ്കിലും അവൾക്കൊരു മോഹം തോന്നുന്നുണ്ടാവും. ഓർത്തു നോക്കുമ്പോൾ അവന് തന്നെ വല്ലാത്തൊരു സുഖം തോന്നുന്ന വിധം അവൻ ആ ഫോൺ സംഭാഷണം വീണ്ടും വീണ്ടും ആലോചിച്ചു. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മിത്ര കട്ട് ചെയ്തു പോയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവൾ വിളിക്കും. ഇനി വിളിക്കാമെന്ന് പറഞ്ഞില്ലെങ്കിലും അവൾ വിളിക്കും. വിളിക്കണമെന്നും കാണണമെന്നുള്ള അവളുടെ മോഹങ്ങളെ വളർത്തിക്കൊണ്ടുവരണം. അവളുടെ ഓരോ വിളികളെയും താൻ കാത്തിരിപ്പായിരുന്നു എന്ന് മിത്രയെ വിശ്വസിപ്പിക്കണം. അവൾക്ക് വേണ്ടി താൻ എന്തും ചെയ്യുമെന്നും എത്ര വേദനകളെയും സഹിക്കുമെന്ന് അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ മിത്രയ്ക്ക് നിഷേധിച്ചു പോകാൻ കഴിയാത്ത വിധം സ്നേഹം കൊണ്ട് അവളെ തടഞ്ഞു നിർത്തണം. ചിന്തകൾ അധികരിക്കുമ്പോൾ വിശ വെറുതെ ഒന്നും മിത്രയെ മനസ്സിൽ കണ്ടു നോക്കി. അവളുടെ ഭംഗിയുള്ള മുഖം, തീക്ഷ്ണം നിറഞ്ഞ കണ്ണുകൾ, ചിരി, പക്വത നിറഞ്ഞ സംസാരം എല്ലാം ഓർത്തു നോക്കവേ അവന്റെ ചിരിക്കും കൂടുതൽ ഭംഗിയേറി. അരികിൽ നിന്നൊരു ശബ്ദം. വിശ ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവനെ നോക്കി വല്ലാത്തൊരു ചിരിയോടെ മുരുകൻ. എന്താ? വിശ യാതൊരു മയവുമില്ലാതെ ചോദിച്ചു. ഒന്നുമില്ല, ചുമൽ വെട്ടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് വിശയുടെ മുന്നിലെ തിണ്ണിലേക്ക് കയറിയിരുന്നിട്ടും അവന്റെ ചുണ്ടിലെ വെടക്ക് ചിരി അതുപോലെ തന്നെയുണ്ട്. അത് കാണുമ്പോഴാണ് വിശുക്ക് വെറുതെ ദേഷ്യം വരുന്നത്. കള്ളായിരുന്നു. ഇത്തിരി നാണം കൂടി വാരി ഉതിരി വല്ലാത്തൊരു എക്സ്പ്രഷൻ കേട്ട് മുരുകൻ പറഞ്ഞു. എന്ത്? എട്ടായിട റൊമാൻസ്? കണ്ണുകൾ തുടരെ ചെമ്മിക്കൊണ്ട് മുരുകൻ പറഞ്ഞു. നീ ഒളിഞ്ഞെന്ന് കേട്ടോടാ ആലവരാതി. വിശ ചാടി എഴുന്നേറ്റുകൊണ്ട് മുരുകനെ പുറത്തുനിന്ന് കൊടുത്തു. നിന്നോട് ഞാൻ മര്യാദ പറഞ്ഞല്ലേ എനിക്കൂടി കാണണം, നീ പഞ്ചാര കുഞ്ചായിട്ട് ഒലിപ്പിക്കുന്നെന്ന്. നീ അത് കേട്ടോ? ബിരിയാണി അടിച്ചായിട്ട് ഞാനൊന്നും വാങ്ങിപ്പോയ തക്കത്തിന് നീ ഒറ്റക്ക് ഒലിപ്പിക്കാൻ നോക്കിയിട്ടല്ലേ എനിക്ക് ഒളിച്ചു കളിക്കേണ്ടി വന്ന്? വീശോ അടിച്ചിട്ട് ഒഴിഞ്ഞുകൊണ്ട് മുഖം ചൊളിച്ച് മുരുകൻ പറഞ്ഞു. വീശോ അവനോയി പല്ലടിച്ചുകൊണ്ട് തിരികെ കസേരയിൽ തന്നെ ഇരുന്നു. എടാ അവൾ എന്ത് പറഞ്ഞിട്ട്? മുരുകൻ അറിയാൻ കൗതുകം. കുന്തം. വീശോ മുഖം തിരിച്ചു. നിന്നെ അമേരിക്കാനൊരു കുന്തം അത്യാവശ്യമാണെന്ന് അവൾക്ക് ഇപ്പോഴേ തോന്നിയെങ്കിലേ ഒന്നുറപ്പാ. കുട്ടി ഞാൻ കരുതിയ പോലെ മന്ദബുദ്ധിയല്ല, ഇച്ചിരി വെളിവുണ്ട്. ദേ മുരുക മിണ്ടാതിരുന്നോട്ടോ. വീശോ ഒച്ചയിട്ടു. അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേടാ നീ പറയൂ. നിന്റെ മിത്രമോൾ നീ പറഞ്ഞു കൊടുത്ത കഥയിൽ മൂക്കും തല്ലി അലച്ചു വീണോടാ. പറയടാ. ചിരിയോടെ മുരുകൻ ചോദിച്ചു. അവൾക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് അബി. തിരിച്ചു പോകും വഴി എബി തന്നെ സംശയം അബിയോട് പറഞ്ഞു. എന്റെ കർത്താവേ, നീ എത്ര ഭാഗ്യവാൻ. നിനക്ക് ഒരു കുരിശാലും ചുമക്കേണ്ടി വന്നിട്ടുള്ളൂ. എന്റെ ചുറ്റും മൊത്തം കുരിശുകൾ മാത്ര. ഇത് നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഒരുത്തിപ്പ് ഇത് പറഞ്ഞിട്ട് പോയിട്ട് 5 മിനിറ്റ് പോലും തികച്ചായിട്ടില്ല. അപ്പോഴേക്കും നിനക്കും അത് തന്നെ. സത്യത്തിൽ എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അവളുടെ പ്രശ്നം അന്വേഷിച്ച് CBI പോലെ നടക്കുന്നതിന് പകരം നിങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന്. അല്ല പിന്നെ ഇങ്ങനെയായിട്ടൊരു പൊല്ലാപ്പ്.
അബിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. കാരണം കുറച്ചു മുന്നേ അങ്ങോട്ട് കയറിയതിന്റെ പകുതി ആവേശം പോലുമില്ലാതെ ഒന്നും മിണ്ടാതെ നിശബ്ദമായി കുന്നിറങ്ങിപ്പോന്ന മിത്രയെ കണ്ടിട്ട് ടീനയുടെ ഉള്ളിൽ ഇതേ സംശയം തന്നെയായിരുന്നു. അവളോടും കണക്കിന് കൊടുത്ത് അതൊന്ന് വിട്ടുവന്നപ്പോഴേക്കും വീണ്ടും ഒരുത്തൻ. അപ്പൊ ഞാനല്ല ആരെ നിന്നോട് വേറെ ചോദിച്ചു. എബിക്ക് പിന്നെ അതറിയണമെന്നായി. ടീനയാണോ? അബി മിണ്ടുനില്ലെന്ന് കണ്ടതും എബി തിരിച്ചു ചോദിച്ചു. ആ അവള് തന്നെ. അതിന് നീ എന്തിനാ അബി ദേഷ്യം കാണിക്കുന്നത്? അവളെ കണ്ടപ്പോൾ തോന്നിയ കാര്യമില്ല ഞാൻ ചോദിച്ചു. അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേടാ. എബി തന്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചു. അതെന്തേ, നിനക്കൊണ്ട് നിനക്ക് മാത്രമാണ് അവളോട് ഇഷ്ടമുള്ളത്? എന്നല്ലേടാ ദേബി, കാര്യം നിനക്കവളോട് ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതലുണ്ടെന്നും ഞങ്ങൾക്ക് മിത്രയോട് തോന്നുന്ന ഇഷ്ടം പോലെ നിനക്കവളോടുള്ള ഇഷ്ടം എന്നൊക്കെ എനിക്കറിയാം. എന്ന് കരുതി ആ പെണ്ണിനൊരു സ്വസ്ഥ കൊടുക്കുക പിന്നാലെ കൂടെ തന്നെയാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ നിന്റെ കൂട്ടുകാരൻ എന്നുള്ള വെട്ടി മിത്രയുടെ കസിനുകളൊന്നും മാത്രമായി തീരും. അതായത് ഒരുമാതിരി ഒലിപ്പിച്ചാണെന്ന് എടുത്തിട്ട് കൊടയുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അബി അത്യാവശ്യം കലിപ്പിട്ടുണ്ടോ പറഞ്ഞു. എബി പിന്നൊന്നും മിണ്ട അവന്റെ തോളിലേക്ക് ചാഞ്ഞു. ഡാ, കുറച്ച് കഴിഞ്ഞ് അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അബിയൊന്ന് തോൾ വെട്ടിച്ചുകൊണ്ട് വിളിച്ചു. നിനക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലേ ഡബി. അവള് കൂടുതൽ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നതെന്ന് അവൾക്ക് തോന്നിയാ നിന്റെ കാര്യത്തിൽ ഇപ്പോഴുള്ള ആ ചെറിയ സാധ്യതയില്ലേ അതുപോലും ഇല്ലാതാവും. നിനക്ക് ഞാൻ പറഞ്ഞതിൻ്റെ വേണ്ടല്ലോ മിത്രയുടെ സ്വഭാവം അറിയാൻ. എനിക്കറിയാം അബി. അതുകൊണ്ട് തന്നെയല്ലേ നെഞ്ചിൽ അവളോടുള്ള സ്നേഹം വിങ്ങിയിട്ടും ഞാനൊന്ന് വിളിച്ചു പോലും ശല്യം ചെയ്യാത്തത്. അവൾ ഞാൻ അവിടെ വഴിക്ക് വിട്ടേക്കുക. മനസ്സോടെ എന്നെ അംഗീകരിച്ചാൽ മാത്രം കൂടെ കൂട്ടും. അല്ലാതെ അവളുടെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് സ്വപ്നങ്ങൾ നശിപ്പിച്ചുകൊണ്ട് എനിക്ക് എന്തിനാ അവൾ അബി? അത് അവളോടുള്ള സ്നേഹമല്ലല്ലോ, ദ്രോഹമല്ലേ. ഞാനത് ചെയ്യില്ല. പക്ഷേ അവൻ പറഞ്ഞു നിർത്തിയ ആ പക്ഷേ അബി മുഖം തിരിച്ചവനെ നോക്കി. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അബി, എനിക്കത് തോന്നുന്നുണ്ട്. എൻ്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട്. എബി വീണ്ടും അതിൽ തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത്. സമ്മതിച്ചു, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. പക്ഷെ പറ്റിയ അത്രയും വലിയ പ്രശ്നമാണെങ്കിൽ അതവൾ തീർച്ചയായിട്ടും നമ്മളോട് പറയും. ഇനി പറഞ്ഞില്ലെങ്കിൽ നീ ഉറപ്പിച്ചോ, ആ പറ്റിയത് അതിനി എന്തായാലും അത് തീർക്കാൻ നിന്റെ മിത്ര തന്നെ ധാരാളമാണ്. അബി ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ ആ പറഞ്ഞുപോയ നിന്റെ മിത്ര ഒരു മഞ്ഞുമാളത്തിൽ മൂടിയ പോലൊരു ഫീലാണ് എബിക്ക്. അവനൊന്നാകെ വിറച്ചു. പപ്പ. മിത്ര സ്കൂട്ടി നിർത്തി ചിരിയോടെ ചെന്നിട്ട് ടെന്നീസിനെ പുണർന്നു. അയാൾ തിരിച്ചു. ആ നെഞ്ചിലെ ചൂടിൽ കൈപ്പിടിയിലെ സുരക്ഷയിൽ മിത്ര മറ്റെല്ലാം മറന്ന പോലെ അയാളിലേക്ക് ഒതുങ്ങിക്കൂടി. ഞാൻ കരുതി ഇന്നിങ്ങോട്ട് വരില്ലെന്ന് ഡെന്നീസ് വാത്സല്യത്തോടെ അവളെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മിത്ര മുഖം ചുളിച്ചുകൊണ്ട് അയാളെ നോക്കി. അതെന്താ മിസ്റ്റർ ടെന്നീസ് മാത്യു, അങ്ങനെ വേണ്ടാത്തൊരു കരുതല് വരുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലോ. മിത്രപതി അയാളുടെ വാരിലൊന്ന് ഇടിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, നിനക്കിപ്പോ എന്നെ പറ്റി വല്ല ചിന്തയുണ്ടോ? നീ ഇപ്പോഴും എൻജോയ് ചെയ്ത് നടക്കുമല്ലേ? ആ കമ്പനി ഏറ്റെടുത്തുകൊണ്ട് വയസ്സാ എനിക്ക് ഇച്ചിരി റെസ്റ്റ് എന്നുള്ള വിചാരം വല്ലതും നിനക്കുണ്ടോ? എണ്ണിപ്പെറുക്കി പരാതി പറയുന്ന പപ്പയെ മിത്ര കള്ളച്ചിരിയോടെ നോക്കി. പോ പപ്പ, ഈ കുശുമ്പാവുന്ന പപ്പയ്ക്ക് ചേരൂല. വെറുതെ അറിയാത്ത പണിക്ക് പോയി ചമ്മി നാറണ്ടാവും അല്ലേ വർഗീസേട്ടാ? അവരെ തന്നെ നോക്കി നിൽക്കുന്ന വർഗീസിന് നേരെ കൈയുയർത്തി കാട്ടി മിത്ര വിളിച്ചു ചോദിക്കുമ്പോൾ അയാളൊന്ന് ചിരിച്ച് തലയാട്ടുക മാത്രമാണ് ചെയ്ത്. ഓ, നിങ്ങൾ ഈ മുതലിന്റെ ആളാണല്ലോ, ഞാനോ മറന്നു, സോറി. മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും വർഗീസിനൊപ്പം ടെന്നീസ് കൂടി ചിരിച്ചു. ലീസി ആന്റി ഇവിടെ പോയി ആകത്തില്ലേ? ഞാൻ വന്ന് അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നിന്റെ വരവ് നോക്കിയെന്ന് ഉച്ച കഴിഞ്ഞ മുതൽ ഇടയ്ക്കിടെ വന്നു നോക്കി പോകുന്നുണ്ടായിരുന്നു. ജോലിക്കാരെ കൊണ്ടൊന്നും ചെയ്യിക്കാതെ എന്തൊക്കെയോ വെച്ചുണ്ടാക്കുന്ന പണിയായിരുന്നു ഉച്ചവരെയും. മിത്രയുടെ തലയിൽ തലോടിക്കൊണ്ട് ടെന്നീസ് പറയുമ്പോൾ സഹോദരിയോടുള്ള സ്നേഹവും തന്റെ മകളോട് അവർ കാണിക്കുന്ന കരുതലിനോടുള്ള നന്ദിയും അയാളുടെ വാക്കുകളിൽ തെളിഞ്ഞ് കാണാമായിരുന്നു. എങ്കിലും വന്നേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അതുവരെയും ചടഞ്ഞു കുത്തി മൗനമായി വന്നിരുന്ന ആളെ അല്ലായിരുന്നു മിത്ര അപ്പോൾ മുതൽ. ഉത്സാഹത്തോടെ അവൾ ടെന്നീസിന്റെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ലിസി ആന്റി, ഞാൻ വന്നു. അകത്തേക്ക് കയറി മുന്നേ ഉറക്കി വിളിച്ചു പോയി. ഓ പതിയെ, എന്റെ ചെവി പൊട്ടിപ്പോവും. അവളുടെ ശബ്ദം കേട്ടിട്ട് ഡെന്നീസ് ചെവിയിൽ കൈ പൊതിഞ്ഞു പിടിച്ചു. അല്ലേലും അത് അടിച്ചു പോകാനുള്ള ടൈമായി, ഇത്രയും വയസ്സായില്ലേ? ഒറ്റ കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് മിത്ര അയാളെ വിട്ടുമാറി നിന്നു. അപ്പോഴേക്കും ലീസി ഇറങ്ങി വന്നു. ആന്റിയമ്മേ. മിത്ര ചിരിയോടെ അവർ ചെന്ന് പുണർന്നു. അവള് സ്നേഹം ഒരുപാടങ്ങ് കൂടുമ്പോൾ അവരങ്ങനെയാണ് വിളിക്കുന്നത്. അവർക്കത് വളരെ ഇഷ്ടവുമാണ്. നേരത്തെ ഒരു ചിരിയോടെ ലിസിയും മിത്രയും നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. അധികം ആഹ്ലാദങ്ങളോ ബഹളങ്ങളോ ഇല്ല, അവരെപ്പോഴും ഒരു ഒതുക്കത്തിലാണ്. കർത്താവിന്റെ മണവാട്ടി അവൻ കൊതിച്ചു തുടങ്ങിയത് അവരായി ആർജിച്ചെടുത്തൊരു ശാന്തശീലമുണ്ട്. ചിരിയും സംസാരങ്ങളുമൊന്നും ഒരിക്കൽ പോലും പരിധി വിട്ട് മാറില്ല. എന്നാൽ ബഹളങ്ങളോടും ആഘോഷങ്ങളോടും അവർക്കൊരു നീരസവുമില്ല. താൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ആരും ചെയ്യേണ്ട എന്നായിരുന്നില്ല. താൻ ചെയ്യുന്നില്ല, അത് തൻ്റെ ഇഷ്ടം, തീരുമാനം. അതുപോലെ തന്നെ ചെയ്യുന്നവർക്ക് അവരുടെ ഇഷ്ടം, തീരുമാനം, അത്രമാത്രം. എനിക്ക് വേണ്ടി എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടെന്ന് പപ്പ പറഞ്ഞു. മിത്ര അകന്നു മാറിക്കൊണ്ട് ചോദിച്ചു. ഉണ്ട്, നിനക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൈ കഴുകി വന്നിരിക്കെ, ഞാൻ എടുത്തു തരാം കേട്ടോ. വാത്സല്യത്തോടെ അവളുടെ കവിളിലും തഴുകി ലിസി അടുക്കളയിലേക്ക് തന്നെ തിരികെ പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യടാ?
മുരുകൻ ടെൻഷനോടെ ചുമലിടിക്കുന്നുകൊണ്ടാണ് വിശ്വ അങ്ങോട്ട് ചെല്ലുന്നത്. എന്താടാ, എന്താ പ്രശ്നം? പൊതുവെ ദേഷ്യമൊന്നും കാണിക്കാത്ത മുരുകൻ അവന് അതുപോലെ ഒരു ഭാഗത്തിൽ കണ്ടതിന് അമ്പരപ്പോട് വിശ്വ ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ. മുരുകൻ അലസമായി പറഞ്ഞുകൊണ്ട് വീണ്ടും ഫോണിൽ ആരെയോ വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഫോൺ കാതിൽ നിന്ന് മാറ്റി തിരിഞ്ഞു നോക്കിയവൻ ദേഷ്യത്തോടെ തന്നെ തുറച്ചു നോക്കിയിരിക്കുന്ന വിശ്വയെ കണ്ടു. നെറ്റിൽ നിന്നിടിച്ചുകൊണ്ട് ഫോൺ പോക്കറ്റിലിട്ടുണ്ട് മുരുകൻ വിശ്വയുടെ അരികിൽ പോയിരുന്നു. എടാ, പ്രശ്നമൊന്നുമില്ല, അതല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു. അവന്റെ മുഖം കണ്ടിട്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെയായതെന്ന് മനസ്സിലായിക്കൊണ്ട് മുരുകൻ പതിയെ പറഞ്ഞു. വിശ്വയൊന്ന് പുച്ഛത്തോടെ മുഖം കൂട്ടി. അതോടെ മുരുകനും ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനെ നോക്കി. എടാ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. വലിയ നാളെ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ സുമേഷിനെ വിളിച്ചിട്ട് ഞാനത് ഏൽപ്പിച്ചിരുന്നു. അവന്റെ കയ്യിൽ കാറില്ലേ, അതിൽ പോവാൻ. ബസ്സിലും ഹോട്ടലിലൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സുമേഷിനെ വിളിച്ചത്. പക്ഷെ ഇന്നിപ്പോൾ വിളിച്ചപ്പോൾ അവൻ പറയാ അവന്റെ വീട്ടിൽ മൊത്തം വൈറൽ പനിയാ. അവനും പനിയുടെ ലക്ഷണങ്ങളുണ്ടെന്ന്. ഇത് വെച്ച് എങ്ങനെ മലിയുടെ അടുത്തു പോകും? ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞല്ലേ അസുഖങ്ങളുടെ കൂടെ സമ്പർക്കം പാടില്ലെന്ന്. ഇനിയിപ്പോൾ ആരെ വിളിക്കുന്നൊരു അതാ ഞാൻ ഓർത്തുകൊണ്ടെന്ന്, അല്ലാതെ ഒന്നുമല്ല. മുരുകൻ അനുനയം പോലെ വിശ്വയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഇതാണോ നീ പ്രശ്നമില്ലെന്ന് പറഞ്ഞ്? അവനെ ആ ഭാവം കണ്ടത് വിശ്വ ചാടി എഴുന്നേറ്റോണ്ട് ചോദിച്ചു. അല്ലടാ, ഞാൻ വേറെ ആരെങ്കിലും. അവന്റെ നോട്ടം കണ്ടത് മുരുകൻ പറയാമെന്ന് തുടരാനൊന്ന് അറച്ചു. പ്രശ്നം തന്നെയാ മുരുക, അവൾക്ക് വേണ്ടി, ആ ജീവന് വേണ്ടിയാ നമ്മൾ ഈ പെടാപാട് മുഴുവൻ സഹിക്കുന്നത്. ലോകത്ത് ആരും ചെയ്യാത്ത നെറിയട്ട കളിക്ക് കൂടെ നിൽക്കുന്നത്. അത് പറയുമ്പോൾ വിശ്വം മുരുകനെ നോക്കിയില്ല. അവളുടെ ചെക്കപ്പ് അതിന്റെ രീതി നിനക്കറിയാലോ. സുമേഷ് പോയിട്ട് എന്ത് ചെയ്യാനാ? അവൻ ആ വണ്ടിക്കുള്ളിരിക്കും. അമ്മയും അച്ഛനും ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അവനെന്താണ് പറഞ്ഞു വരുന്നതെന്നറിയാൻ മുരുകൻ മുഖം ചൊളിച്ചു. നാളെ ഉച്ചയ്ക്ക് ശേഷം നീ വണ്ടി കയറിക്കോ. മറ്റന്നാൾ മല്ലിയുടെ ചെക്കപ്പ് വഴി തിരിച്ചു വന്നാൽ മതി. അന്തിമ തീരുമാനം പോലെ വിശ്വ പറഞ്ഞു നിർത്തി. അല്ലടാ, അപ്പൊ നീ എന്ത് ചെയ്യും? മുരുകൻ വിശ്വയെ നോക്കി. പിന്നെ ഞാനിവിടെ തളർവാദം വന്ന് കിടപ്പല്ലേ, ഒറ്റക്കൊന്നും ചെയ്യാൻ വയ്യാതെ. വിശ്വ ചുണ്ടുകൂട്ടി. അപ്പൊ ഞാൻ പോയാൽ നിനക്കൊന്നുമില്ലേ? നാറ് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഭാര്യ വിളിക്കാൻ നോക്കിയിരുന്നത്. അവരൊരു വിശ്വ പല്ലടിച്ചോണ്ട് മുരുകൻ നേരെ ചെന്നു. എങ്കിൽ നീ കൂടെ വാടാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. പിന്നെ ഇവിടെ എനിക്ക് ഞങ്ങൾ നിന്റെ കുഞ്ഞമ്മയ്യോ? വിശ്വ ഒരു ചാട്ടം. മനുഷ്യനൊരുവിധം കരക്കടിപ്പിച്ചോണ്ട് വരിക, അതിൻ്റെ ഇടയിലാ വിശ്വ നിന്ന് പെരുവിരുത്തു. പറഞ്ഞ പോലെ നിന്റെ ചതവിന്റെ കഥ എന്തായി? അവള് നിന്നെ വിളിച്ചോ? കളിയായിക്കൊണ്ട് മുരുകൻ ചോദിച്ചു. വിശ്വ ഒന്നും മിണ്ടാ അവനെ തുറച്ചു നോക്കി. കഥ അപ്പോൾ ഇഞ്ഞു അല്ലേ, സാരല്ലടാ, നമുക്ക് വേറെ നല്ല കഥ ഉണ്ടാക്കി പറയാം. അവന്റെ ഇരിപ്പണിടി ചിരി വരുന്നുണ്ട് മുരുകന് ആ അവസ്ഥയിലും. എന്നിട്ടും അത് അമർത്തി ആശ്വസിപ്പിക്കുന്ന പോലെയാണ് മുരുകൻ പറഞ്ഞ്. പോയി നാളെ പോകാൻ എടുത്തു വെക്കടോ, അവനൊരു കഥാകൃത്ത് വന്നിരിക്കുന്നു. വിശ്വയുടെ ഒരൊറ്റ ഒച്ചയിടൽ. മുരുകൻ തിരിഞ്ഞു പോലും നോക്കാതെ അകത്തേക്ക് ഓടിക്കയറിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.